വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5ാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ റിസൾട്ടുകൾ ഇനി മാറുമോ, ജനറൽ മോഡറേഷൻ വഴി നിങ്ങളുടെ റിസൾട്ടുകൾ ചേഞ്ച് വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. അതിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ വലിയ തീരുമാനം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് റിസൾട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ തോറ്റ സപ്ലിമെൻ്ററി കിട്ടിയ റിസൾട്ടൊക്കെ മാറി വരാം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് KKPP ആണ്, എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ റിസൾട്ട് ചേഞ്ച് ചെയ്യാനുള്ളത് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ദെൻ ഫോട്ടോ കോപ്പി കൊടുക്കാമെന്ന കാര്യമാണ്. ഡിസംബർ മാസം 31 കുറച്ച് പ്രോഗ്രാംസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. റീവാലുവേഷൻ കം സ്ക്രൂട്ടിനി തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. ദെൻ ജനുവരി മാസം 5 അടുത്ത തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് ചില പ്രോഗ്രാമുകളുടെ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനി കം പേപ്പർ കോപ്പി കൊടുക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. 5ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടിൽ മാറ്റം വരുത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് ചെയ്തതുകൊണ്ട് വലിയ വ്യത്യാസമുണ്ടാകുമോ, മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലല്ല. താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചുവെങ്കിൽ നിങ്ങൾ കൊടുക്കാവുന്ന കാര്യമാണ്. സോ ഡിസംബർ 31, ജനുവരി 5 തീയതികളിലാണ് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ദെൻ പേപ്പർ കോപ്പിക്ക് കൊടുക്കാൻ ലാസ്റ്റ് ഡേറ്റ്. ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് അറിയുക. കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക. കൂടാതെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത്, പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥികൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക, റിസൾട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.